നമ്മൾ ഇംഗ്ലീഷ് എഴുതാൻ ഉപയോഗിക്കുന്ന വാക്കുകളും പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളും രണ്ടാണ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ലേണിംഗ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. ആദ്യമായി, ഞാൻ താങ്കളെ നാളെ അറിയിക്കാം. എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കുന്നതിന് നമ്മൾ പറയുന്നത് ഇൻഫോം എന്നാണ്. ഇൻഫോം നമ്മൾ കൂടുതലായിട്ടും റിട്ടൺ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐ വിൽ ലെറ്റ് യു നോ ടുമോറോ. ലെറ്റ് യു നോ, അതാണ് നാളെ അറിയിക്കാം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത്. ഐ വിൽ ലെറ്റ് യു നോ ടുമോറോ. എനിക്ക് ഇതിനെക്കുറിച്ച് ഉറപ്പില്ല. എങ്ങനെ പറയും? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ്. എവിടെ എന്ന് വെച്ചാൽ വെയർ. ഡു യു, താങ്കൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ വെയർ ഡു യു ലിവ്. താമസിക്കുക എന്ന് പറയുന്നത് റിസൈഡ് ആണ്. പക്ഷെ അത് എഴുതുമ്പോഴാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. പറയുമ്പോൾ നമ്മൾ കാഷ്വൽ ആയിട്ട് വെയർ ഡു യു ലിവ് എന്നാണ് ചോദിക്കേണ്ടത്. നമ്മളിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടെങ്കിലും പറയുകയാണ്, ആ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാമോ, അല്ലെ ശബ്ദം ഒന്ന് കുറച്ച് കുറയ്ക്കാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു ടേൺ ഡൗൺ. കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഡിക്രീസ് എന്ന് പറയും. പക്ഷെ അത് നമ്മൾ എഴുതുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ക്യാൻ യു ടേൺ ഡൗൺ. ഇന്നലെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത്, ടേൺ അപ്പ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ടേൺ ഡൗൺ ദി വോള്യൂം പ്ലീസ്. നോക്കൂ, ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെ ഒരു 2 മിനിറ്റിലെ താഴെ സമയത്തിൽ തന്നെ നിങ്ങൾ എത്രത്തോളം പുതിയ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ കൂടുതൽ പഠിക്കാനായിട്ട്, കൂടുതൽ അറിവുകൾ നേടാനായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.